ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ടേ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഫേസ് പാക്കാണ് കേട്ടോ. ഞാൻ ഓൺ വോയിസിൽ വീഡിയോ എടുത്തതാണ്. ബട്ട് ഇവിടെ ഭയങ്കര മഴയായിരുന്നു കേട്ടോ. നല്ല മഴയായതുകൊണ്ട് നമുക്ക് ഇങ്ങനെ വോയിസ് ഇടേണ്ട വന്നു കേട്ടോ, വോയിസ് റെക്കോർഡ് ചെയ്യേണ്ട വന്നു. അപ്പോൾ ഞാനൊരു ഫേസ് പാക്കാണ് കാണിക്കുന്നത്. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചുള്ളൊരു ഫേസ് പാക്ക്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉപയോഗിക്കാം. നമുക്ക് റെഡിയാക്കി നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ്. ഇതൊരു കൊറിയൻ ഫേസ് പാക്കാണ് കേട്ടോ. ഞാനൊരു വീഡിയോ കണ്ടിട്ട് ചെയ്യുന്നതാണ്. പക്ഷേ എനിക്കിത് പ്രയോജനപ്പെട്ടു, അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ഇപ്പം അപ്ലോഡ് ചെയ്യുന്നത്. ഇതിൽ നമ്മുടെ വീട്ടിലുള്ള സാധാ സാധനങ്ങൾ മാത്രമേ, അത് നമ്മൾ എന്നിട്ട് എന്നും വെക്കുന്നൊരു സാധനമാണ് ചോറ്. അപ്പോൾ അത് ചോറും, ആ ചോറ് വെക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം ഉണ്ടല്ലോ, ആ ചോറ് പഠിക്കുമ്പോൾ കിട്ടുന്ന വെള്ളം, കഞ്ഞിവെള്ളം, ആ കഞ്ഞിവെള്ളമാണ് ഇതിൻ്റെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചോറും അതിൻ്റെ അകത്ത് ആവശ്യത്തിനുള്ള, ഇപ്പോൾ ഒരു 1/4 കപ്പ് ചോറാണ് എടുത്തിരിക്കുന്നത് കേട്ടോ, അല്ലെങ്കിൽ അരക്കപ്പ്, ഒരു കുഞ്ഞു കപ്പിന് അരക്കപ്പ് ചോറും ഒരു കുഞ്ഞു കപ്പിന് 1 കപ്പ് കഞ്ഞിവെള്ളമാണ് എടുത്തേക്കുന്നത്. അപ്പം ആവശ്യത്തിന് അത് അറിയില്ല, ഒരു കുറുകി കിട്ടുന്ന പരുവത്തിലാണ് നമ്മൾ കഞ്ഞിവെള്ളം എടുക്കുന്നത് കേട്ടോ. പിന്നെ നല്ലൊരു ടവലോ അല്ലെങ്കിൽ ഒരു തോർത്തോ വെച്ച് നമുക്കിത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞിടണം. നമുക്ക് ആ ചോറും കഞ്ഞിവെള്ളവും മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചിട്ട് നമുക്കിതായത് ഒരു നല്ല ടവലോ ഒരു നല്ല തോർത്തോ ഉപയോഗിച്ച് നമുക്കത് നന്നായിട്ടൊന്ന് എന്ത് ചെയ്യണം, പിഴിഞ്ഞെടുക്കണം. അത് പിഴിഞ്ഞെടുക്കുമ്പോൾ തന്നെ നമുക്കത് അറിയാൻ പറ്റും കേട്ടോ. അതിൻ്റെ ആ ഒരു ഒരു ക്രീം, നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ക്രീമിൻ്റെ പരുവത്തിൽ നമുക്കത് പിഴിഞ്ഞെടുക്കുമ്പോൾ കിട്ടും. ഇത് കഞ്ഞിവെള്ളം ചോറും നന്നായിട്ട് അരച്ചൊരു തുള്ളി, നമ്മൾ ഇതിൽ പച്ചവെള്ളം ചേർക്കരുത് കേട്ടോ. പച്ചവെള്ളമോ മറ്റുള്ള ഒരു വെള്ളവും നമ്മളിതിൽ ആഡ് ചെയ്യാതെ നമ്മൾ റൈസ് വാട്ടർ തന്നെ, നമ്മൾ കഞ്ഞിവെള്ളം തന്നെ യൂസ് ചെയ്യുക, നമ്മൾ ശ്രദ്ധിക്കുക, അതായിരിക്കും നല്ലത്. അങ്ങനെ ചെയ്യാവൂ. അപ്പം നമ്മൾ അത് നന്നായിട്ടൊന്ന് കൈവച്ച് പിഴിഞ്ഞെടുക്കുമ്പോൾ കണ്ട ജെല്ലി പരുവത്തിന് നമുക്കത് കിട്ടും. അങ്ങനെയാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പം നല്ല ജെല്ലി പരുവത്തിന് നമ്മളത് പിഴിഞ്ഞെടുക്കുകയാണ്. നന്നായിട്ട് നമുക്കതൊന്ന് പിഴിഞ്ഞെടുക്കാം. ഇത് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ്. കൂടുതൽ നമ്മൾ വൈകുന്നേരം രാത്രി കിടക്കുന്നതിന് ഒരു 10-15 മിനിറ്റ് മുമ്പ് ഇത് നമ്മളൊന്ന് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതും വെച്ചിട്ട് കിടന്നുറങ്ങരുത്. ഇത് തേച്ചൊരു 10 മിനിറ്റ് ഇരുന്നാൽ മാത്രം മതി. എന്നിട്ട് നമ്മളത് ഫേസ് നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് കൊടുക്കുക. അപ്പം അങ്ങനെ നമുക്ക് പെട്ടെന്ന് തന്നെ ഉപയോഗിച്ച് യൂസ് ചെയ്ത് മാറ്റാൻ പറ്റുന്നൊരു 1/2 മണിക്കൂറോ 1 മണിക്കൂറോ ഒന്നും ഇത് വെച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. വെറും 10 മിനിറ്റ്, ഞാൻ 10 മിനിറ്റ് 15 മിനിറ്റ് വെച്ചുള്ളൂ. കൂടുതൽ ടൈം വെച്ചാലും ചിലർക്ക് ഇത് പിടിക്കില്ല, നമ്മുടെ ഈ അലോവേര എനിക്ക് പിടിക്കില്ല കേട്ടോ. ഒരുപാട് നേരം വെച്ചാൽ എനിക്കത് ചൊറിച്ചിൽ പോലാവും. പക്ഷേ ഞാൻ ഇത് യൂസ് ചെയ്തിട്ട് എനിക്ക് കുഴപ്പമില്ല. ഒരു 10-15 മിനിറ്റ് മാത്രമേ ഇത് വെച്ചിട്ടുള്ളൂ, അപ്ലൈ ചെയ്ത് വെച്ചിട്ടുള്ളൂ മുഖത്ത്. നമ്മളത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. എനിക്ക് ചെറിയ ജലദോഷമുണ്ട്, മൂക്കൊലിപ്പുണ്ട്, അപ്പോൾ അതുകൊണ്ട് വോയിസിന് നല്ല മാറ്റമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളത് നന്നായിട്ട് പിഴിഞ്ഞെടുത്തൊരു ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. നന്നായിട്ട് പിഴിഞ്ഞെടുത്ത ആ ഒരു പായ്ക്ക് നമ്മൾ ബൗളിൽ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ അലോവേര ജെല്ലാണ്. വാങ്ങിക്കുന്ന അലോവേര ജെല്ല് നമുക്ക് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന അലോവേര, ഏറ്റവും നല്ലതെന്ന് പറയുന്നത് നമ്മുടെ ഈ വീട്ടിൽ തന്നെ ഉണ്ടായിരിക്കുന്ന അലോവേരയാണ്. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ അലോവേര ഉപയോഗിക്കുന്നതായിരിക്കും നമുക്ക് ഒന്നും കൂടി നല്ലത് കേട്ടോ. അതിലാണെങ്കിൽ നാച്ചുറലല്ലേ, അപ്പം നമുക്കത് യൂസ് ചെയ്താൽ ഒന്നും കൂടി നല്ലത് അത് തന്നെയാണ്. നമ്മൾ അലോവേര ജെല്ലെടുത്ത് നമ്മളുണ്ടാക്കി വെച്ചിരിക്കുന്ന ചോറും കഞ്ഞിയും കൂടി അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു പാക്കിലേക്ക് നമ്മുടെ അലോവേര ജെല്ലിട്ട് കൊടുക്കുകയാണ്. ഒരു സ്വല്പം മതി കേട്ടോ. അലോവേര ജെല്ലിട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊരു കുറച്ച് കോക്കനട്ട് ഓയിൽ, ഒരു 1/4 സ്പൂൺ അല്ലെങ്കിൽ ഒരു 5-6 തുള്ളി കോക്കനട്ട് ഓയിൽ. ഇത് ഞാൻ പാരച്യൂട്ടാണ് യൂസ് ചെയ്യാറ്, അതുകൊണ്ടാണ് ഞാൻ പാരച്യൂട്ട് ഒഴിച്ചു കൊടുത്തത്. കോക്കനട്ട് ഓയിൽ തന്നെ വേണം കേട്ടോ. നമ്മുടെ മറ്റുള്ള ഓയിലൊന്നും പാടില്ല, കോക്കനട്ട് ഓയിൽ തന്നെ യൂസ് ചെയ്യുക. അതായത് പച്ച വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സാക്കി എടുക്കണം. ഇത് നമ്മുടെ വെളിച്ചെണ്ണയും നമ്മൾ അലോവേരയുടെ ജെല്ലും ഇട്ടിട്ടുണ്ട്, അലോവേര യൂസ് ചെയ്തുകൊണ്ട് നന്നായിട്ട് അത് നമുക്ക് മിക്സാക്കി എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് നമ്മളൊരു സ്പൂൺ വെച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് വെച്ചിട്ട് നന്നായിട്ട് നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുത്ത് ഈ പാക്ക് റെഡിയാക്കണം. കണ്ട പാക്ക് കണ്ട നല്ല ക്രീമായിട്ടിരിപ്പുണ്ട്. കണ്ട നല്ല ക്രീമായിട്ട് നമുക്ക് ആ പാക്ക് കിട്ടും. ഈ പാക്കാണ് നമുക്ക് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാനുള്ളത്.
നമുക്ക് ആ ക്രീം അത് റെഡി ആയിട്ടുണ്ട്, നമ്മുടെ പാക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് ഫേസിൽ അപ്ലൈ ചെയ്യാം. അതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ കയ്യിലിരിക്കുന്ന നമ്മുടെ ഫേസ് വാഷ് ഏത് ഫേസ് വാഷാണെന്നും കുഴപ്പമില്ല, നമ്മൾ ഏത് ഫേസ് വാഷാണ് യൂസ് ചെയ്യുന്നത് ആ ഫേസ് വാഷ്, ഞാൻ ഹിമാലയയുടെ ഫേസ് വാഷാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഹിമാലയയുടെ ഫേസ് വാഷാണ് ഞാൻ ഉപയോഗിച്ചത് കേട്ടോ ഫേസ് കഴുകാൻ. നല്ലതായിട്ട് മുഖം ഒന്ന് കഴുകി ക്ലീൻ ആക്കിയിട്ട് നന്നായിട്ട് നമ്മുടെ മുഖം ഒന്ന് തുടച്ച് കൊടുക്കുക. ആ വെള്ളത്തിൻ്റെ ആ അംശമെല്ലാം കളഞ്ഞ് നന്നായിട്ട് നമ്മുടെ മുഖം ഒന്ന് തുടച്ച് കൊടുക്കണം. മുഖം കഴുകി തുടച്ച് കൊടുത്തിട്ട് ഇപ്പം എൻ്റെ മുഖം കണ്ട് ഇത്രയും ഇങ്ങനെയാണ് എൻ്റെ മുഖത്തിൻ്റെ ആ ഒരു കളർ. ഇതിൽ നിന്ന് വ്യത്യാസം വരുന്നത് ഞാൻ കാണിച്ചു തരാം. ഇത് പുരട്ടിയിട്ട് നമുക്ക് ഈ പാക്ക് നന്നായിട്ട് നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കണം. നല്ല ഇത് കട്ടിക്ക് തന്നെ ഈ പാക്ക് നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് 2-3 ആഴ്ച അല്ലെങ്കിൽ 2-3 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്താൽ നമുക്കിത് നല്ല ഫലം കിട്ടും. നമ്മുടെ മുഖത്തിന് നല്ല ഒരു തെളിച്ചം, നല്ലൊരു വെളിച്ചം, നല്ല ഒരു ഒരു ഡാർക്ക്നെസ് ഒക്കെ മാറി നല്ലൊരു ഓയിൽ സ്കിന്നായിട്ട് വരും കേട്ടോ. അപ്പം ഓയിൽ സ്കിൻ അല്ലാത്തവർക്ക് ഇത് നല്ലൊരു ഫേസ് പാക്കാണ്. നന്നായിട്ട് ഞാനത് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ല റിസൾട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുന്നത്. എനിക്ക് ഫേസ് കഴുകുമ്പോൾ തന്നെ ആ ഒരു റിസൾട്ട് നമുക്ക് അറിയാനും പറ്റുന്നുണ്ട്. നല്ല കട്ടിക്കാണ് നമ്മൾ ഈ ഫേസ് പാക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അഥവാ ഇത് ചിലതൊന്നും പിടിക്കത്തില്ല. അപ്പം ചിലർക്ക് അതൊക്കെ ഒരു എന്തെങ്കിലും ഇതായിട്ട് വരാം. എന്താ പറയുക, ചിലർക്ക് നമ്മൾ ചില ഫേസ് പാക്കൊക്കെ ഇടുമ്പോൾ അലർജി ആയിട്ട് വരാം. അപ്പം അങ്ങനെയുള്ളവർ എന്ത് ചെയ്യണം, സ്വല്പം എടുത്ത് ആദ്യം ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും അലർജി ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അപ്പോഴേ വാഷ് ചെയ്ത് പിന്നെ അത് ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പം എനിക്ക് കുഴപ്പമൊന്നും തോന്നിയില്ല, അതുകൊണ്ട് ഞാൻ ഇത് യൂസ് ചെയ്തു. അപ്പം ഞാൻ ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. 10 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് നമുക്കിതൊന്ന് കഴുകി വാഷ് ചെയ്തിട്ട് ഞാൻ കാണിക്കാമേ. അപ്പം 10-15 മിനിറ്റോളം ഞാനിത് മുഖത്ത് പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ ഇപ്പോൾ ഒന്ന് വാഷ് ചെയ്യുകയാണ്. വാഷ് ചെയ്തിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാമേ. അപ്പം ഇത് മുഖത്ത് ചെറുതായിട്ടിങ്ങനെ ഇതായി തുടങ്ങും കേട്ടോ. ഉണങ്ങാൻ സമ്മതിക്കില്ല. അതിന് മുമ്പ് നമ്മൾ വാഷ് ചെയ്യണം. ഒത്തിരി നേരം വെച്ചേക്കാൻ ചെയ്ത് 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 15. എനിക്കത് റിസൾട്ട് കിട്ടിയൊരു സന്തോഷമാണ് കേട്ടോ. മുഖം ഫേസ് കഴുകിയപ്പോൾ എനിക്ക് ആ ഫേസിൽ നല്ല റിസൾട്ട് കിട്ടി, ഒരു ഗ്ലോ കിട്ടി മുഖത്ത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ തന്നെ ഇത് ചിരിക്കുന്നത് കേട്ടോ. എനിക്ക് നല്ല സന്തോഷമായി. ഞാൻ കാരണം ഒരിക്കലും പ്രതീക്ഷിച്ചില്ലായിരുന്നു അത് അങ്ങനെയാണ് ഞാൻ വീഡിയോ എന്നിട്ട് ഞാൻ ചെയ്തത്. പക്ഷേ എനിക്ക് ഒരുപാട് സന്തോഷമായി കേട്ടോ. മുഖത്ത് നല്ല മുഖം നല്ല ഇതായിട്ട് കിട്ടിയിട്ടുണ്ട്. എനിക്ക് നല്ല സോഫ്റ്റായിട്ട് എൻ്റെ ഫേസ് എനിക്ക് കിട്ടി കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക. നല്ലതാണ്. അപ്പം എന്താ പറയുക, എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ആ ഒരു റിസൾട്ട് എനിക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ എൻ്റെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം. എന്നെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് സഹായിക്കണേ. അപ്പം എല്ലാവരും എൻ്റെ വീഡിയോ കാണുക. അപ്പം എൻ്റെ മുഖം നല്ല ഗ്ലോ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ അത് കഴുകിയപ്പം ഈ ഒരു വെട്ടമായുണ്ട് കേട്ടോ, അല്ലെങ്കിൽ നന്നായിട്ട് അറിയാൻ പറ്റുന്നുണ്ട്. നല്ല മാറ്റം എനിക്ക് തോന്നി. വളരെ സന്തോഷമായി. താങ്ക് യു.